ഫെലനോപ്സിസ് ഓർക്കിഡ് ഹെൽത്തിയായും നന്നായിട്ടും ഫ്ലവർ ചെയ്ത് കിട്ടാനായിട്ടൊക്കെ പല കാരണങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ അവോയ്ഡ് ചെയ്യേണ്ടതായ 10 കാരണങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. വെൽക്കം ടു ഓർക്കിഡ് വില്ല. ഞാൻ മാക്സി ചൂട്. അവോയ്ഡ് ചെയ്യേണ്ട ഫസ്റ്റ് പോയിന്റ് ആയിട്ട് ഞാൻ പറയുന്നത് റൂട്ട് ഡാമേജിങ്. ഫെലനോപ്സിസിന്റെ വളർച്ചയിൽ റൂട്ടിന് ഒരു ഇമ്പോർട്ടന്റ് റോള് തന്നെയാണ് ഉള്ളത്. അതായത് അതിനാവശ്യമായ വെള്ളവും വളവും ന്യൂട്രീഷ്യൻസ് എല്ലാം വലിച്ചെടുക്കുന്നത് റൂട്ടിലൂടെയാണ്. അപ്പോൾ റൂട്ട് ഡെൻഡ്രോബിയത്തെ അപേക്ഷിച്ച് ഫെലനോപ്സിസിന്റെ റൂട്ട് ഡാമേജ് ആവുകയാണെങ്കിൽ നമ്മുടെ പ്ലാന്റിന് അത് ഭയങ്കരമായിട്ട് തന്നെ എഫക്റ്റീവ് ആവുന്നതാണ്. റൂട്ട് ഡാമേജ് ആവുന്നത് പല രീതിയിലാണ്. ഒന്നെങ്കിൽ റീപോട്ടിങ്, അല്ലെങ്കിൽ ഓവർ വാട്ടറിങ്, ഇല്ലെന്നുണ്ടെങ്കിൽ ഓവർ ഫെർട്ടിലൈസിങ്. അതിലെ കൂടെ നമ്മുടെ റൂട്ട് ഡാമേജ് ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ റൂട്ട് ഡാമേജ് ആകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമതായിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത് പോട്ടിലെ പായലാണ്. പോട്ടിംഗ് മീഡിയത്തിൽ പായൽ ഉണ്ടാകുക എന്ന് പറയുന്നത് ഒരു അപകടകരമായ ഒരവസ്ഥയാണ്. അതായത് മീഡിയത്തിൽ നിറഞ്ഞിങ്ങനെ പായൽ നിൽക്കുവാണെന്നുണ്ടെങ്കിൽ റൂട്ട് ഡാമേജ് ആകാനുള്ള സാധ്യതയുണ്ട്. അതായത് പായൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ ഉള്ളിലേക്ക് എയർ സർക്കുലേഷൻ ഉണ്ടാകത്തില്ല. അപ്പോൾ അത് റൂട്ട് ഡാമേജ് ആവും. പല കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ ഓർക്കിഡ് പോട്ടിൽ പായൽ ഉണ്ടാകുന്നത്. ഒന്ന് ഓവർ വാട്ടറിങ് കൊണ്ടുണ്ടാകാം. പിന്നീട് നല്ല ലൈറ്റിങ് കിട്ടിയില്ലെങ്കിൽ, സൺലൈറ്റ് നന്നായിട്ട് കിട്ടിയില്ലെങ്കിൽ, ഷെയ്ഡിലാണൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ലൈറ്റ് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഈ പായൽ വരാവുന്നതാണ്. ഓർക്കിഡ് പോട്ടിലെ പായൽ എന്ന് പറഞ്ഞൊരു തമ്പനയിലിൽ ഞാൻ ഇതിനുള്ള പ്രതിവിധിയും ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കുക. മൂന്നാമത്തെ കാര്യമായിട്ട് ഞാൻ പറയുന്നത് പോട്ടിങ്ങിൽ മണ്ണ് അവോയ്ഡ് ചെയ്യാം. ഓർക്കിഡ് പോട്ട് ചെയ്യാനായിട്ട് ഒരു കാരണവശാലും നമ്മൾ മണ്ണ് ഉപയോഗിക്കാൻ പാടില്ല. മണ്ണിൽ നമ്മുടെ ഫെലനോപ്സിസ് പോട്ട് ചെയ്യരുതെന്ന് പറയാൻ കാരണമെന്ന് വെച്ചാൽ മണ്ണ് നമ്മൾ ഈ പോട്ടിൽ നിറച്ച് ചെയ്യുമ്പോൾ ഈ റൂട്ടൊക്കെ ഓക്സിജൻ വലിച്ചെടുത്തിട്ടാണ് നമ്മുടെ പ്ലാന്റിനെ സഹായിക്കുന്നത്. അതറിയാലോ. അപ്പോൾ മണ്ണ് ഹാർഡായിട്ടുള്ള ഒരു സർഫേസ് ആയിരിക്കും. അപ്പോൾ അതിലൂടെ റൂട്ടിന് ഓക്സിജൻ വലിച്ചെടുക്കും. അത് വെള്ളമൊക്കെ നനച്ച് കഴിയുമ്പോഴേക്കും ചിലപ്പോൾ മണ്ണ് ഒന്നും കൂടെ ഹാർഡാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ റൂട്ടിന് മൂവ് ചെയ്യാൻ പറ്റില്ല, ഓക്സിജൻ വലിച്ചെടുക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും നമ്മുടെ റൂട്ട് ഡാമേജ് ആകാനുള്ള സാധ്യതയുണ്ട്. പോട്ടിംഗ് മീഡിയ ആയിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ചകിരിയാണ്. എനിക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചകിരി വെച്ചിരിക്കുന്നത്. റൂട്ടൊക്കെ നല്ല ഇതായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല ഹെൽത്തി ആയിട്ട് റൂട്ടൊക്കെ കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ ഇത് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് അവൈലബിലിറ്റി അനുസരിച്ച് ചാർക്കോളോ, കൊക്കോ ചിപ്സ്, പിന്നെ ക്ലേ ബോൾസ്, അതായത് നമുക്ക് ഈ പോട്ടിൽ ഇട്ടിടുമ്പോൾ നല്ല എയർ സർക്കുലേഷൻ കിട്ടണം. അതായത് നമുക്ക് ഈ സൈഡിൽ ഹോളില്ലെങ്കിലും ഇവിടെ കണ്ടോ അടിയിലൊക്കെ ഹോളുള്ള ടൈപ്പ് പോട്ടായിരിക്കും ഏറ്റവും നല്ലതായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിന് നല്ല റൂട്ട്സിനൊക്കെ നല്ല എയർ സർക്കുലേഷൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാക്കിയിട്ടൊക്കെ ചെയ്യും. ഒരു കാരണവശാലും നമ്മൾ ഓർക്കിഡ് പ്ലാന്റ് മണ്ണിൽ നടാൻ പാടുള്ളതല്ല. നാലാമതായിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതാണ് ഉപ്പ്, സോൾട്ട്. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും എങ്ങനെയാണ് നമ്മുടെ ഓർക്കിഡ് പ്ലാന്റിൽ ഉപ്പ് വരുന്നതെന്ന്. 2 മാർഗങ്ങളിലൂടെയാണ് നമ്മുടെ ഓർക്കിഡ് പ്ലാന്റിൽ ഉപ്പ് വരുന്നത്. ഉപ്പ് നമ്മുടെ പ്ലാന്റിൽ എത്താനുള്ള ആദ്യത്തെ വഴി എന്ന് പറയുന്നത് വെള്ളത്തിലൂടെയാണ്. കലക്കവെള്ളമോ നല്ലതല്ലാത്ത വെള്ളമോ ഏതെങ്കിലും നമ്മുടെ ഓർക്കിഡിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. പിന്നീട് ക്ലോറിൻ കൂടുതലുള്ള വെള്ളം, ഇതെല്ലാം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലാന്റ് ഡാമേജ് ആവും. രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സിലൂടെയാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സിൽ ഉപ്പിന്റെ കണ്ടന്റ് കൂടുതലുണ്ട്. അതും ഓവറായിട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലാന്റ് ഡാമേജ് ആവും. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാൻ മറന്നു പോകരുത്. അഞ്ചാമതായിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഫെർട്ടിലൈസർ സ്കിപ്പ് ചെയ്യുക എന്നുള്ളത്. നമ്മുടെ ഫെലനോപ്സിസ് പ്ലാന്റ്സ് നന്നായി വളർന്നു കിട്ടാനും നല്ല ഫ്ലവറൊക്കെ ഉണ്ടാക്കി കിട്ടാനായിട്ട് ഒരു കാരണവശാലും നമ്മൾ ഫെർട്ടിലൈസർ സ്കിപ്പ് ചെയ്യാൻ പാടില്ല.
ഫെർട്ടിലൈസർ നമ്മൾ അതിന് ആവശ്യമുള്ള രീതിയിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ആരോഗ്യം നഷ്ടപ്പെടും, വളർച്ച നിന്നു പോകും, മുരടിച്ചു പോകും. ആരോഗ്യം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ പല വിധത്തിലുള്ള അസുഖങ്ങൾ നമ്മുടെ പ്ലാന്റിനെ ബാധിക്കും. അതുകൊണ്ട് ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഫെർട്ടിലൈസർ ഇതിന് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതാണ്. ആറാമതായിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത് ഏരിയൽ റൂട്ട്സ് കട്ട് ചെയ്ത് കളയുന്നത്. മുകളിൽ നിന്നും ഇതുപോലെ പുറത്തേക്ക് വളർന്നു കിടക്കുന്ന റൂട്ട്സിനെയാണ് നമ്മൾ ഏരിയൽ റൂട്ട്സ് എന്ന് പറയുന്നത്. ഇത് ഒരു കാരണവശാലും നമ്മൾ കട്ട് ചെയ്ത് കളയാൻ പാടില്ല. ഈ ഏരിയൽ റൂട്ട്സിനെ നമ്മൾ എയർ റൂട്ട്സ് എന്നും കൂടെ പറയാറുണ്ട്. അതായത് നമ്മുടെ പ്ലാന്റിന് ആവശ്യമായ ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ റൂട്ട്സിലൂടെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എയർ റൂട്ട്സ് എന്ന് പറയുന്നത്. ഏഴാമതായിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കാര്യമാണ് ബഡ് വന്നു കഴിയുമ്പോൾ റീപ്ലേസ് ചെയ്യുക എന്നുള്ളത്. ഫെലനോപ്സിന്റെ ഫ്ലവേഴ്സ് കാണാൻ നല്ല ഭംഗിയല്ലേ. അപ്പോൾ പലരും ചെയ്യുന്ന ഒരു അബദ്ധമാണ് സ്പൈക്ക് വരുമ്പോഴേക്കും അത് എവിടെയാണ് ഇരുന്നത് അവിടെ നിന്ന് മാറ്റി നമ്മുടെ ലിവിംഗ് റൂമിലേക്ക് വെക്കാറുണ്ട്. അത് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പാടുള്ളതല്ല. പുറത്തിരുന്ന ബഡ്സ് വന്ന് നമ്മുടെ പ്ലാന്റ് ഇൻഡോർ ആയിട്ട് വെക്കുമ്പോഴേക്കും ടെമ്പറേച്ചറിൽ മാറ്റം വരികയാണ്. അത് നമ്മുടെ ബഡ്സിന് സ്ട്രെസ് ഉണ്ടാക്കുന്നുണ്ട്. ആ സ്ട്രെസ് കാരണം നമുക്ക് എല്ലാ ബഡ്സും വിരിഞ്ഞു കിട്ടത്തില്ല, എല്ലാം ഫ്ലവറായി കിട്ടത്തില്ല. അതിനിപ്പോൾ നമ്മൾ ഉള്ളിലോട്ട് വെക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ ബഡ്സും വിരിഞ്ഞ് ഫ്ലവറായി കഴിഞ്ഞ ശേഷം മാത്രം നമ്മൾ ലിവിംഗ് റൂമിലേക്ക് മാറ്റുന്നതായിരിക്കും ഉചിതം. എട്ടാമതായിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കാര്യമാണ് നേരിട്ടുള്ള സൂര്യപ്രകാശം. ഫെലനോപ്സിസ് ഓർക്കിഡ് ഒരു കാരണവശാലും നേരിട്ടുള്ള സൺലൈറ്റ് ഏൽക്കാൻ പാടില്ല. നേരിട്ട് മഴയത്തോ ഡയറക്റ്റായിട്ട് മഴയത്തോ വെച്ചു കൊടുക്കാൻ പാടില്ല. ഡെൻഡ്രോബിയത്തെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഫെലനോപ്സിസ്. ഡെൻഡ്രോബിയത്തിന് 90% ഗ്രീൻ നെറ്റിൻ്റെ അടിയിലാണ് ഞാൻ 90% പറയുന്നത്. പക്ഷെ നമുക്ക് ഫെലനോപ്സിസിന് 50% സൺലൈറ്റിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. കൂടുതൽ വെയിൽ ഏൽക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ലീഫിലൊക്കെ കരിഞ്ഞു പോകാൻ, അതായത് മഞ്ഞളിപ്പ് വരാനും ഇത് പൊള്ളിപ്പോകാനായിട്ടൊക്കെയുള്ള സാധ്യതയുണ്ട്. നേരിട്ട് മഴയത്ത് നമ്മൾ ഈ പ്ലാന്റ് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്രൗൺ പോർഷനിൽ വെള്ളം കെട്ടി നിന്ന് ഇത് ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും നേരിട്ടുള്ള സൂര്യപ്രകാശത്തിൻ്റെ അടിയിലോ നേരിട്ടുള്ള മഴയുടെ അടിയിലോട്ടോ നമ്മുടെ ഫെലനോപ്സിസ് വെച്ച് കൊടുക്കരുത്. ഒരു ഷെയ്ഡ് ഇതിന് അത്യാവശ്യമാണ്. അവോയ്ഡ് ചെയ്യേണ്ട 9ാമത്തെ കാര്യം ഓവർ വാട്ടറിങ്. വാട്ടറിങ്ങിൽ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളാണ് ഓവർ വാട്ടറിങ് ആൻഡ് അണ്ടർ വാട്ടറിങ്. ഓവർ വാട്ടറിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട്, അതായത് എല്ലാ ദിവസവും നമ്മൾ ഫെലനോപ്സിസിന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ലീഫും റൂട്ട്സൊക്കെ ഡാമേജ് ആകാനുള്ള സാധ്യതയുണ്ട്. ഫെലനോപ്സിസിന് അധികം വെള്ളം ആവശ്യമില്ല. ഒരു ആഴ്ചയിൽ 2 പ്രാവശ്യം അത്രയും മതിയാവും. അതിൽ കൂടുതലായിട്ട് നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അണ്ടർ വാട്ടറിങ് എന്ന് പറയുന്നത് വെള്ളത്തിൻ്റെ കുറവിനെയാണ് കാണിക്കുന്നത്. ഇതിപ്പോൾ ഈ ലീഫ് കണ്ടു, ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ലീഫാണ്. ഇതിന് ആവശ്യമായ വെള്ളവും എല്ലാം നന്നായി ലഭിക്കുന്നതുകൊണ്ടാണ് ഇത്രയും നല്ല ഗ്രീനിഷി ആയിട്ട് നല്ല ഭംഗിയായിട്ടൊക്കെ നിൽക്കുന്ന ലീഫ്. കാണാൻ നല്ല ഭംഗിയില്ലേ. ഇതിന് ആവശ്യമായ വെള്ളം ഇതിന് കിട്ടുന്നതുകൊണ്ടാണ് ഇത്രയും നല്ല ഹെൽത്തി ആയിട്ട് ഈ ലീഫ് നിൽക്കുന്നത്. വെള്ളം കിട്ടാതെ വരുമ്പോൾ ഈ ലീഫൊക്കെ ഒരു ചുളുങ്ങിയ രീതിയിലിരിക്കും. ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇതിപ്പോൾ ഒടിക്കാൻ പറ്റത്തില്ല. ഇത് വെള്ളം നല്ല ഹെൽത്തി ആയതുകൊണ്ടാണ്. വെള്ളം ഇല്ലെങ്കിൽ ഇതിങ്ങനെ പിടിച്ചാൽ അതിങ്ങനെ ഒടിഞ്ഞിങ്ങനെ പതുക്കെ ഇങ്ങനെ ഇതായിട്ട് പോരും. ഇതിപ്പോൾ നമുക്ക് ഒടിക്കാൻ പറ്റത്തില്ല. ഇത് നല്ല ലീഫായതുകൊണ്ടാണ്, അതായത് ആവശ്യത്തിനുള്ള വെള്ളം ഇതിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്നത്. വെള്ളമില്ലെങ്കിൽ ഇത് വാടി, അതായത് ഈ ലീഫിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ ഒരു ചെറിയ പാട് പോലെയൊക്കെ ചുളുങ്ങിയിരിക്കുന്ന പാട് പോലെയൊക്കെ കാണുന്നു. അതിനെയാണ് നമ്മൾ വാട്ടറിൻ്റെ കുറവുകൊണ്ടാണ് അത് അങ്ങനെ വരുന്നത്. 10ാമത്തെയും അവസാനത്തെയുമായി അവോയ്ഡ് ചെയ്യേണ്ട കാര്യമാണ് റീപോട്ടിങ്. നമ്മൾ എപ്പോൾ
എപ്പോഴും നമ്മുടെ ഈ പ്ലാന്റ് റീപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. റീപ്പോർട്ട് ചെയ്താൽ അറിയാലോ നമ്മുടെ റൂട്ട്സൊക്കെ ഡാമേജ് ആകും. അത്യാവശ്യം അതായത് വല്ല റൂട്ട്സ് ചില ഡാമേജ് ആയിട്ട് കാണുകയോ, ട്രാൻസ്പെറൻറ്റ് ആണല്ലോ, അപ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റും റൂട്ട് വല്ല ഡാമേജ് ആയിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ റീപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ വല്ല ഡിസീസസോ അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം വന്നാൽ മാത്രമേ നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ. എപ്പോഴും നമ്മൾ നമ്മുടെ പലരും വിളിച്ചിട്ട് എന്തെങ്കിലും വരുമ്പോൾ റിപ്പോർട്ട് ചെയ്തോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. ഒരു കാരണവശാലും നമ്മുടെ ഫെലനോപ്സിസ് ഓർക്കിഡ് ആവശ്യമില്ലാതെ റീപ്പോർട്ട് ചെയ്യാൻ നിൽക്കരുത്. നമ്മളെപ്പോഴും ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഈ റൂട്ട്സ് ഡാമേജ് ആകുകയും ഇത് വളർന്ന് കിട്ടാൻ താമസം എടുക്കുകയും ഫ്ലവർ ചെയ്ത് കിട്ടാനൊക്കെ താമസം എടുക്കുകയൊക്കെ ചെയ്യും. എന്തെങ്കിലും അത്യാവശ്യമായ കാര്യം വരുമ്പോൾ മാത്രം നമ്മൾ റീപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് മനസ്സിലാകാതെ ഉണ്ടെങ്കിൽ എന്നെ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ കമൻസിലൂടെ ചോദിച്ചാൽ ഞാൻ ഉത്തരം പറയുന്നതായിരിക്കും. നമ്മുടെ മൺസൂൺ ഓഫർ തീർന്നിട്ടില്ല. ഡെൻഡ്രോബിയം സ്പെഷ്യൽ സീഡിങ്സിനുള്ള മൺസൂൺ ഓഫർ റണ്ണിങ് ആണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.